ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ സത്യമ്മ വന്ന് ക്ഷണിച്ച സന്തോഷത്തിലാണ് ശാരദാമ്മ നേരെ പൂജാ റൂമിൽ ചെന്ന് ദേവി അവിടുത്തെ കൃപ ഒരിക്കലും കാണാൻ കഴിയാത്ത കാഴ്ചകളും ഒരിക്കലും കേൾക്കാൻ കഴിയില്ലെന്ന് വിചാരിച്ചിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് സ്നേഹം തുളുമ്പുന്ന വാക്കുകൾ കേട്ട് ഞാനും എന്റെ മോളും അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ദേവി ഇത് എവിടുന്നാ അങ്ങനെ സത്യമേ മാറ്റിയെടുത്തത്? എന്ത് മായാജാല അവിടുന്ന് കാണിച്ചത്? ആദ്യം ഒരല്പം എതിർപ്പ് കാണിച്ചെങ്കിലും പിന്നീട് ശാലിനി എന്താണോ ആവശ്യപ്പെട്ടത് അത് അതുപോലെ അനുസരിച്ചിട്ടാ സത്യമ ഇവിടുന്ന് പോയത്. ഇത് അവിടുത്തെ ലീലാവിലാസം അല്ലെങ്കിൽ പിന്നെ മറ്റെന്താ? കുറെ നാൾ സങ്കടക്കടലിലായിരുന്നെങ്കിലും സത്യമയുടെ ഈ വരവ് ഒരു പുതിയ ജീവിതം അവൾക്ക് കിട്ടുന്നൊരു ആശ കൊടുത്തിരിക്കുക. അവിടുന്ന് ഇപ്പോ അതും ഒരാൾക്കും ഒരു എതിർപ്പും ഇല്ലാതെ ഭംഗിയായിട്ട് അവിടുന്ന് നടത്തി തരണം. ശാലിനി വിഷ്ണുവിനുള്ളതാ, വിഷ്ണു ശാലിനിക്കും. അപ്പോ അവരൊന്നിച്ച് താമസിക്കേണ്ടത് അവരെ പോലെ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. എതിരെ നിന്ന് സത്യാമ്മയ്ക്ക് കൂടി സമ്മതമായ സ്ഥിതിക്ക് നാളത്തെ ചടങ്ങില് എന്റെ മോൾ ശാലിനിക്ക് അവിടെ ഒരു സ്ഥാനം ഉണ്ടാവണം. മൂത്ത മരുമകൾ എന്ന സ്ഥാനം. ദേവി എല്ലാം ഞാൻ അവിടുത്തെ പാദങ്ങളിൽ അർപ്പിക്കുക. കാത്തോളനെ കാത്തു രക്ഷിക്കണം എന്റെ കുഞ്ഞിനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്ക. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സത്യയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. അച്ഛൻ എനിക്കറിയായിരുന്നു ഇപ്പൊ വിളിക്കുന്നേ എന്ന് പറഞ്ഞ കോൾ എടുക്ക. പപ്പയ്ക്കും അതെങ്ങനെ അറിയാം? സത്യ പറയും, ഞാൻ ആഗ്രഹിക്കുന്ന സമയത്താ അച്ഛനിപ്പോ വിളിച്ചത്. അല്ല, പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ പോവാണെന്ന് പറഞ്ഞു. സത്യ പറയും, അതെ, പക്ഷെ പോയില്ല. പപ്പിക്കും അതെന്താ വേണ്ടാന്ന് വെച്ചോ? എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് പപ്പി. ആ പപ്പിയുടെ അച്ഛന്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയാ. ഞാനും അമ്മയും പോകുന്നുണ്ട്. അച്ഛനോട് അമ്മ പറഞ്ഞില്ലായിരുന്നോ? ഓ, വലിയ തിരക്കല്ലേ, മറന്നുപോയി കാണും. സത്യം, പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോ എന്റെ കൂടെ തന്നെ ഉണ്ടാവണേ. അപ്പോ തിരക്കുണ്ടാകുന്നു പറഞ്ഞേക്കരുത്. അച്ഛൻ പറയും, ഇല്ല, അവിടെ ഞാൻ സത്യമോളുടെ അടുത്തേക്കല്ലേ വരുന്നത്. അപ്പൊ എന്റെ എല്ലാ തിരക്കും മാറ്റി വെച്ചിട്ടായിരിക്കും വരിക. ഞാൻ പോരുന്നത് വരെ സത്യമോളുടെ അടുത്തുണ്ടാവും. സത്യം പറയും, അച്ഛൻ വന്നിട്ട് വേണം കുറെ സ്ഥലത്തൊക്കെ പോവാൻ. ഞാനെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. വിഷ്ണുക്കും അതെന്താ എല്ലാം എഴുതി വെച്ചിരിക്കുന്നേ? അപ്പൊ ഒരുപാട് സ്ഥലം ഉണ്ടാവുമല്ലോ. സത്യം പറയും, പിന്നല്ലാതെ എത്ര ആൾക്കാർക്ക് അച്ഛന് കാണിച്ചു കൊടുക്കാനുള്ളതെന്ന് അറിയാമോ? കുറച്ചൊക്കെ എന്റെ കൂട്ടുകാരൊക്കെ തന്നെയാ. അച്ഛൻ പറയും, എല്ലാരെയും കാണാം. പിന്നെന്താ സത്യമോൾക്ക് വേണ്ടത്? ഞാൻ വരുമ്പോ എന്തൊക്കെയാ മേടിച്ചോണ്ട് വരേണ്ടത് എന്നൊക്കെ പപ്പി ചോദിക്കുമ്പോ സത്യം പറയും, ഒന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അച്ഛനൊന്ന് വേഗം വന്നാ മതി. പിന്നെ എനിക്കൊരു ആഗ്രഹം, അച്ഛന്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി എനിക്ക് ഇതുപോലെ ആഘോഷിക്കണം. എന്നാ അച്ഛാ അച്ഛന്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി? ഇത് കേൾക്കുന്ന പപ്പി ആകെ ടെൻഷനാവും. എന്താ ഇപ്പൊ പറയാ? സത്യ വീണ്ടും ചോദിക്കും, പറയാച്ചാ എന്നാ അച്ഛന്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി? അതിൽ പപ്പി പറയും, ഒന്ന് ഹോൾഡ് ചെയ്യണേ, പുറത്ത് ആരോ വന്നു, ഞാനൊന്ന് നോക്കട്ടെ. അപ്പൊ സത്യ പറയും, വേഗം വരണേ. പപ്പി വിചാരിക്കും, ഇതിപ്പോ ആരോട് ചോദിച്ചാലോ ഒന്ന് അറിയാൻ പറ്റുന്നത് എന്ന് വിചാരിച്ച് ആ ഫോൺ അവിടെ വെച്ചിട്ട് പപ്പി അവിടുന്ന് പോവാൻ. ഇതേ സമയം രാഘവന്മാര് പുറത്തുണ്ട്. അവിടെ ഇരുന്ന് ആലോചിക്കാണേ, ശാലിനിയെ രോഹിത്തിന്റെയും ശ്യാമയുടെയും വെഡിങ് ആനിവേഴ്സറിക്ക് ബാമ ക്ഷണിക്കാൻ പോയത് പൂർണ്ണ മനസ്സോടെയാണെങ്കിലും ഏത് നിമിഷവും ബാമ തിരിയാം. സ്നേഹിക്കാനുള്ള മനസ്സൊക്കെ ബാമയ്ക്കുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല. അത് അവളുടെ മനസ്സിലെ അവൾ അറിയാതെ കയറിക്കൂടിയ താനെന്ന ഭാവം തന്നെയാണ് അതിലൊരു പ്രധാന കാരണം. അതിന് ഒരു കണക്കിന് ഞാൻ ഉത്തരവാദിയാണ്. ചില വിട്ടുവീഴ്ചകളെ പലപ്പോഴായിട്ട് ഞാൻ അംഗീകരിച്ചു കൊടുത്തപ്പോ അത് അവൾ ആസ്വദിച്ചു. എന്റെ ശരീരത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടപ്പോ പൂർണ്ണമായും ഈ വീടിന്റെ ഭരണം ഭാമ ഏറ്റെടുത്തു. പിന്നീട് അവൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് അംഗീകാരം കൊടുക്കുന്ന വെറും ഒരു റബ്ബർ സ്റ്റാൻഡായിട്ട് ഞാൻ മാറിപ്പോയി. ഞാൻ വീൽചെയറിൽ ഒതുങ്ങിയതും എല്ലാം വിധി. എന്റെ പിഴ കൊണ്ട് പിടിവിട്ടത് വിഷ്ണുവിന്റെ ജീവിത പൊട്ടിപ്പോയ പട്ടം പോലെ എന്റെ കുഞ്ഞ് അലഞ്ഞു തിരിയ. അത് മാറണം, എന്നേക്കുമായിട്ട് മാറണം. എന്നാലേ ഈ വീട്ടിലെ ശാന്തിയും സമാധാനം ഉണ്ടാവും. ഭഗവാനെ, ശാലിനിയെ വിളിക്കാനായിട്ട് ശാരദാമ്മയുടെ വീട്ടിലേക്ക് ഭാമ പോയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാതെ എല്ലാം നല്ല രീതിയിൽ നടത്തി തരണേ ഭഗവാനെ. അവൾ ഇവിടുന്ന് ഇറങ്ങിയ നിമിഷം മുതലേ ചങ്കിനകത്ത് തീയാണ്. ചെറിയൊരു വാക്കുമതി ഭാമയുടെ തീരുമാനം മാറാൻ. ഭഗവാനെ, നീ തന്നെയാണ് ഒരു ആശ്രയം എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴായിരിക്കും പപ്പിമോൾ അങ്ങോട്ട് ഓടി വരുന്നത്. അച്ചച്ചാ എന്ന് വിളിച്ച് ഓടി വരും. വിഷ്ണു അച്ഛന്റെ വെഡിങ് ആനിവേഴ്സറി എന്നാണ് അച്ചച്ചാ? രാഘവേട്ടൻ ചോദിക്കും, അതിപ്പോ എന്നാ? പപ്പി പറയും, പറ അച്ചച്ചാ, ഒരു അത്യാവശ്യ കാര്യത്തിനല്ലേ ചോദിക്കുന്നത്. അച്ചച്ചൻ പറയും, മോളിങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ എങ്ങനെയാ? അച്ചച്ചനൊന്ന് ആലോചിക്കണ്ടേ? പപ്പിക്ക്, ഹോ, ഇത്ര മാത്രം ആലോചിക്കാൻ എന്താ? രാഘവേട്ടൻ പറയും, മോളുടെ പ്രായത്തിലുള്ള ആളല്ലല്ലോ അച്ചച്ചൻ, അതിന്റെ സ്വല്പം മറവി പ്രായത്തിന്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ. പപ്പി പറയും, ഹോ, എന്നാ പിന്നെ വേഗം ആലോചിക്കേ. അങ്ങനെ രാഘവേട്ടൻ ഇങ്ങനെ ആലോചിക്കുമ്പോ തന്നെ പപ്പിക്കും, കിട്ടിയോ? കിട്ടി വരുന്നു. പപ്പി അറിയത്, അച്ചച്ചാ കളിക്കൽ, ഇവിടെ ഞാൻ മുള്ളിൽ നിക്കാ. അപ്പോഴ അച്ചച്ചന്റെ ഒരു കോമഡി. ചൂടിലാണല്ലോ. പപ്പി അറിയതേ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ നല്ല പിച്ച് വെച്ച് തരുവേ. പറയാടോ. അല്ല, എന്തിനാ പറഞ്ഞിട്ട്? പപ്പി പറയും, അത് പിന്നെ അച്ഛന്റെയും അച്ഛമ്മയുടെയും അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നുണ്ടല്ലോ. പിന്നെ വിഷ്ണു അച്ഛനും ഇക്കാര്യത്തിൽ ഒരു ഹോപ്പ് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ. രാഘവേട്ടൻ വിചാരിക്കും, അത് ആവശ്യ. മക്കൾ അങ്ങനെ ചിന്തിക്കുന്നത് നല്ലതാ. അവർക്ക് അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. പിന്നെ സാഹചര്യം അതല്ലല്ലോ.
പപ്പി വീണ്ടും ചോദിക്കും, പറ അച്ചാ ഒന്ന് പറയുന്നുണ്ടോ? ആള് വെയിറ്റിംഗാ. രാഘവേട്ടൻ ചോദിക്കും, വെയിറ്റിംഗാ? അതാര്? പപ്പി പറയും, അത് പിന്നെ ഞാൻ തന്നെ. സത്യമാണെങ്കില് അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ്. രാഘവേട്ടൻ ചിരിച്ചുകൊണ്ട് വീണ്ടും ആലോചിക്കാം. ഹാ, കിട്ടിപ്പോയി. പപ്പി പറയും, എന്നാ വേഗം പറ. അതെ, ലോക പ്രണയ ദിനത്തിന്റെ അന്നാ, അതായത് ഫെബ്രുവരി 14. പപ്പിക്കും ഉറപ്പാണോ? രാഘവേട്ടൻ പറയും, ഉറപ്പ്. ചക്ര അച്ചച്ചൻ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുത്ത് പപ്പി ഇവിടുന്ന് ഓടിപ്പോകും. രാഘവേട്ടൻ പറയുന്നുണ്ട്, മെല്ലെ മെല്ലെ നോക്കി നോക്കി വീഴല്ലേ. ശേഷം വിചാരിക്കും, പരസ്പരം സ്നേഹിക്കുന്നവരുടെ ആ ദിനത്തിന്റെ അന്ന് തന്നെ ശാലിനിയുടെയും വിഷ്ണുവിന്റെയും വിവാഹം നടന്നു. പക്ഷെ ആ ദിനത്തിന്റെ പ്രത്യേകതയും ഗുണങ്ങളൊന്നും ഞാൻ അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇനിയോട്ട് കാണാമെന്ന് തോന്നൂല്ല. ഏത് സമയം സത്യം വിചാരിക്കും, ഹോൾഡ് ചെയ്തിരിക്കുകയാണല്ലോ, അച്ഛൻ എവിടെ? അച്ഛൻ എന്താ വരാത്തത്? ഹലോ എന്ന് വെക്കുമ്പോഴേക്കും പപ്പി ഓടി വന്ന് ഫോൺ എടുക്കും. ഹലോ, കേൾക്കാമോ? അച്ഛന്റെ ശബ്ദാണല്ലോ സത്യം കേൾക്കുന്നത്. കേൾക്കാ അച്ഛാ. അച്ഛൻ പറഞ്ഞോ? പപ്പിക്കും, അല്ല മോൾ എന്നോട് എന്താ ചോദിച്ചത്? അച്ഛന്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി എന്നാണെന്നാ ചോദിച്ചത്. പപ്പി, അത് പിന്നെ ഫെബ്രുവരി 14. സത്യക്ക് ഫെബ്രുവരി 14? അച്ഛൻ ചോദിക്കും, അല്ല എന്തിനാ അത് തിരക്കുന്നത്? സത്യം പറയും, അച്ഛൻ അന്ന് വരണം. എന്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് നമുക്കത് ആഘോഷിക്കണം. പപ്പി പറയും, ആ മോളെ ഒരു കാര്യം പ്രത്യേകം പറയാം, അച്ഛന് ജോലി തിരക്ക് കൂടിയാൽ പിന്നെ അച്ഛൻ വിളിക്കില്ല കേട്ടോ. സത്യം പറയും, അച്ഛന്റെ ഈ ജോലി നമുക്ക് വേണ്ട അച്ഛാ. അപ്പൊ എന്റെ അച്ഛനെ എപ്പോഴും എന്റെ അടുത്ത് തന്നെ നിക്കാലോ. അയ്യോ അങ്ങനെ പറയരുത് മോളെ, ജോലി ഇല്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെയാ ജീവിക്കുക? അമ്മയ്ക്ക് ജോലി ഉണ്ടല്ലോ, അത് മതി. അച്ഛൻ ഇങ്ങോട്ട് പോര്. അപ്പൊ ഫെബ്രുവരി 14 മറക്കല്ലേ. ഫെബ്രുവരി 14? അന്നെന്തുവാ? സത്യം പറയും, ഇത്ര പെട്ടെന്ന് മറന്നോ? അന്ന് അച്ഛന്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി. ഹോ, അത് നമുക്ക് ആഘോഷിക്കാം. എന്നാ പിന്നെ ഫോണ് കട്ട് ചെയ്തോ, അച്ഛൻ ജോലിക്ക് കയറാൻ സമയമായി. ഓക്കെ അച്ഛാ എന്ന് പറഞ്ഞ ഉമ്മയും കൊടുത്ത് ആ കോള് കട്ട് ചെയ്യും. പപ്പി വിചാരിക്കും, ഹാവൂ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ ഫോൺ അവിടെ വെച്ച് പോവാണേ. സത്യം വിചാരിക്കും, അങ്ങനെ അച്ഛന്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിക്ക് അച്ഛൻ വരാന്ന് സമ്മതിച്ചു. അന്ന് എല്ലാവരെയും വിളിക്കണം, വന്ന് കാണട്ടെ എന്റെ അച്ഛനെ എന്ന് പറഞ്ഞോണ്ട് സത്യം അവിടെ നിന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് ബാമയുടെ വീട്ടിലാണ്. അവിടെ ശ്യാമ അച്ഛനും രോഹിത്തിനും ചായ കൊണ്ടുവന്ന് കൊടുക്ക. അല്ല മോളെ, ബാമ വിളിക്കുകയോ മറ്റോ ചെയ്തായിരുന്നോ? ശ്യാമ പറയും, ഇല്ല. അച്ഛൻ പറയും, കാര്യം എന്താണെന്ന് അറിയാഞ്ഞിട്ട് മനസ്സിന് വല്ലാത്തൊരു വിങ്ങൽ. പോയിരിക്കുന്നത് ബാമയാ. വാക്കിൽ എന്തെങ്കിലും മുഷിവുണ്ടായ പോയിരിക്കുന്നത് എന്തിനാണെന്ന് പോലും മറന്ന് അവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കിയിട്ടേ പിന്നെ ഇങ്ങോട്ട് വരൂ. ശ്യാമ പറയും, അല്ല ഇതിപ്പോ അവിടെ നിന്ന് ആരും വിളിക്കാത്ത സ്ഥിതിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായി കാണാൻ സാധ്യതയില്ല. രോഹിത്തേക്കും, അച്ഛാ വിഷ്ണു ബ്രോനെ വിളിക്കണോ? ഓ വേണ്ടടാ, കുറച്ചു നേരം കൂടെ നോക്കാം. ശ്യാമ പറയും, എന്നാ പിന്നെ ഞാൻ അമ്മേനെ വിളിച്ചു നോക്കാം, അവരവിടുന്ന് ഇറങ്ങിയോന്നെങ്കിൽ അറിയാലോ. രോഹിത്തെ ആ ഫോണിങ് തന്നെ എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ച് വിളിക്കാൻ തുടങ്ങുമ്പോണ്ടാവും കാറ് വരുന്നേ. ആ ദാ കാറ് വന്നല്ലോ. അങ്ങനെ ബാമയും വിഷ്ണുവും കയറി വരും. ബാമ പറയും, പൊന്നി കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്ക്. പൊന്നി അകത്തേക്ക് പോവും. എന്തായി ബാമേ, എന്തായി പോയ കാര്യം? എന്താടാ എന്ന് വിഷ്ണുവിനെ നോക്കി ചോദിക്കുമ്പോ വിഷ്ണുവിന്റെ മുഖത്ത് സന്തോഷമൊന്നും ഇല്ലാണ്ടങ്ങനെ അഭിനയിച്ചിരിക്കുക. രാഘവേട്ട, അവിടെ ഗോപാലകൃഷ്ണൻ ഇല്ലായിരുന്നു. അതുകൊണ്ട്? ബാമ പറയും, അതുകൊണ്ട് പിന്നെ അപ്പോഴേക്ക് പൊന്നി വെള്ളം കൊണ്ടുവരുമ്പോ ബാമ അത് വാങ്ങിക്കുക. അത് കുടിക്കുമ്പോ രാഘവേട്ടനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. വിഷ്ണുവിന്റെ അടുത്ത് എന്താടാ എന്ന് നോക്കുമ്പോ വിഷ്ണു ബാമേനെ ഇങ്ങനെ നോക്കും. രാഘവൻ നായർ നല്ല ടെൻഷനിലാണ്. ബാമ പറയും, എന്നിട്ട് ശാലിനിയെയും ശാരദാമ്മയും വിളിച്ച് കാര്യം പറഞ്ഞു. സത്യയുടെ കാര്യം പറഞ്ഞ് ചെറിയൊരു സൗന്ദര്യപ്പിണക്കം ഞാനും ശാലിനിയും തമ്മിൽ ഉണ്ടായി. അല്ല ബാമേ? ബാമ ചിരിച്ചുകൊണ്ട് പറയും, പിന്നീട് കാര്യങ്ങളെല്ലാം നേരായ വഴിക്ക് വന്നു. ശാലിനി സത്യമോളെ കൂട്ടി നാളെ ചടങ്ങിന് വരും. ഇത് കേൾക്കുമ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവും. ഈശ്വര, ഇപ്പഴാ ഒരു സമാധാനമായത്. വിഷ്ണുവിന്റെ മുഖത്തും അപ്പോഴാണ് ചിരി വരുന്നത്. കണ്ട ബാമേ, അവന്റെ മുഖം തെളിഞ്ഞു കണ്ടോ? ഇനി ഇത് ഇരുളിലാവാനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കരുത്. ബാമ പറയും, രാഘവേട്ട അപ്പോഴും എന്നെ ഒന്ന് കുറ്റപ്പെടുത്തിയേ പറ്റുമല്ലേ? ഓ പിന്നെ. അപ്പോഴേക്ക് വിഷ്ണു പറയും, അതെ ഇനി രണ്ടാൾ ഇതിന്റെ പേരിൽ ഒരു മുഷിച്ചൽ വേണ്ടേ? അപ്പോ നാളെയാണ് പരിപാടി. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊരു ദിവസം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കേക്കിന് ഓർഡർ കൊടുക്കണം, പിന്നെ ഫുഡിന്റെ ആൾക്കാരെ വിളിച്ച് അക്കാര്യങ്ങൾ ഓർഡർ ചെയ്യണം. ബാമറും, ഡാ അതിനൊക്കെ അല്ലേ പിള്ളയുള്ളത്, എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ പോരെ, പിള്ള അത് വേണ്ടതുപോലെ ചെയ്തോളൂ. വിഷ്ണു പറയും, ബെസ്റ്റ്. രാഘവേട്ടൻ ചോദിക്കും, അല്ല പറഞ്ഞതുപോലെ പിള്ളയുടെ ഇങ്ങനൊരു നല്ല കാര്യം നടക്കുമ്പോ ഇവിടെ വേണ്ടതല്ലേ? രോഹിത് പറയും, ഹോട്ടലിലെ ചില കാര്യങ്ങൾക്കായി പോയതാ വെച്ചാ ഇപ്പൊ വരും. ആ കൊള്ളാം. അപ്പൊ ബാമ പറയും, പിന്നെ അടുക്കള കാര്യത്തിന് ഇവർ രണ്ടുപേരുണ്ടല്ലോ, പിന്നെ ഞാനും കാര്യമായിട്ട് തന്നെ സഹായിക്കും. രാഘവേട്ടൻ ഇങ്ങനെ ചിരിക്കും. ബാമേ, ഇപ്പഴാ ഇതൊരു വീടായത്. ബാമറി, വീടാവണെങ്കിലേ ശാലിനി കൂടി വരണം. വിഷ്ണുവിന് ഭയങ്കര സന്തോഷവും. ബാമയാണ് ഇങ്ങനെ പറയണമെന്നുള്ളൊരു അതിശയത്തിലാണ് ഇപ്പോഴും രോഹിത്തൊക്കെ നിൽക്കുന്നത്. ബാമറിയും, എന്നാലല്ലേ എല്ലാവരും കൂടെ ഒത്തുകൂടി എന്ന് പറയാൻ പറ്റൂ. വിഷ്ണു വിചാരിക്കും, അമ്മയാകെ മാറിയിരിക്കുക. ആ മനസ്സ് നിറയെ ഇപ്പൊ സന്തോഷ. ഈ അമ്മയെ തന്നെയാ ഞാൻ എന്നും കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് ബാമയെ ഇങ്ങനെ നോക്കി നിൽക്കും. ബാമറിയും, എടാ വിഷ്ണു, പിന്നെ നിന്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിക്കാൻ എനിക്ക് വിളിച്ചോ? ആ കമലിനെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലെങ്കിൽ അവനെയും വിളിച്ചോ? എല്ലാവരും കൂടിയുള്ള സന്തോഷല്ലേ, ആരും അങ്ങനെ മാറ്റി നിർത്തണ്ട.
വിഷ്ണു പറയും അവനെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അവനവിടുന്ന് വരും, കേട്ട ഉടനെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ ചിരിക്കും. ഭാമ പറയും എന്താ കണ്ടോ? ഭാമ പറയും പിന്നെ രോഹിത്തെ നേരത്തെ കൊണ്ടുവന്ന ഡ്രസ്സെല്ലാം കൃത്യമായിട്ട് നോക്കണേ, എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ പോയി വാങ്ങിച്ചോളണം. നിങ്ങളോട് രണ്ടുപേരോടും കൂടിയാ പറയുന്നത്. പിന്നെ പപ്പിമോളുടെ ഡ്രസ്സ് അവളെ ഇടിച്ചു നോക്കണം. ശ്യാമ പറയും അതെല്ലാം ഇടിച്ചു നോക്കി കഴിഞ്ഞു സത്യമ്മേ, എല്ലാം കീറു കൃത്യാ. രാഘവേട്ടൻ പറയും ഭാമേ ഇപ്പോഴാ നീ യഥാർത്ഥ ഭാര്യയായി മാറിയത്, ആ പഴയ ഭാമ. ഭാമ പറയും അത് ശരി, ഈ വയസ്സാം കാലത്തെങ്കിലും നിങ്ങൾക്കത് മനസ്സിലായല്ലോ. രാഘവേട്ടൻ പറയും പിന്നെ ഇത്തിരി നര കയറിയെന്നല്ലേ ഉള്ളൂ, ഞാനത്രയ്ക്ക് കളവനൊന്നും ആയിട്ടില്ല. ഭാമ പറയും പിന്നെ. രാഘവേട്ടൻ പറയും പിന്നെ ഈ ഇടക്കാലത്ത് നിനക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. നിന്റേതല്ലാത്ത സ്വഭാവത്തില് നീ കുറെ നാൾ ജീവിച്ചു, പക്ഷേ ഇപ്പൊ നീ തീർത്തും എന്റെ ആ പഴയ ഭാമയായിട്ട് മാറി. നിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ വന്ന സമയത്ത് നീ എങ്ങനെയായിരുന്നോ അതുപോലെ എനിക്ക് സന്തോഷായി ഭാമേ. നിന്റെ ഈ മാറ്റത്തില് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഈ ഞാൻ തന്നെയാ. എന്റെ സ്നേഹനിധിയായ എന്റെ മക്കളുടെ അമ്മയെ എനിക്ക് തിരികെ തന്നതിന് ഞാൻ സർവേശ്വരനോട് നന്ദി പറയാ. ഭാമയും എന്താ രാഘവേട്ട ഇത് മനുഷ്യരിങ്ങനെ കരയിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയം വിഷ്ണുവിനും എല്ലാവർക്കും ഇങ്ങനെ നാണം വരുന്നുണ്ട്. അവരിവരെ എങ്ങനെ നോക്കി നിൽക്കാ. രാഘവേട്ടൻ പറയും ഭാമേ നിനക്ക് എന്നും ഇങ്ങനെ ആയിക്കൂടെ, നിന്നിലൂടെയാ നമ്മുടെ ഈ കുടുംബം പോകുന്നതേ. നിന്റെ സന്തോഷം തന്നെയാ ഇവിടെ എല്ലാവരുടെയും സന്തോഷം. നിന്റെ മനസ്സ് എന്നും ഇങ്ങനെയാണെങ്കിൽ ഭാമേ ഈ വീട്ടിലെ എന്നും സന്തോഷായിരിക്കും. ഭാമ പറയും ഞാൻ പറഞ്ഞില്ലേ രാഘവേട്ട, ഞാനിനി എനിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, നിങ്ങൾക്കൊക്കെ വേണ്ടിയാ. നിങ്ങളുടെയൊക്കെ സന്തോഷാ ഇനി എന്റെ സന്തോഷം, എല്ലാവർക്കും സന്തോഷം. രാഘവേട്ടൻ പറയും ഇതൊരു നല്ല സൂചനയാ അല്ലേടെ മോനെ. വിഷ്ണു ആണെങ്കിൽ ഇപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കുന്നത്. വിഷ്ണുവിന്റെ സന്തോഷത്തിലുള്ള ആ ചിരിയൊക്കെ കാണുമ്പോ ഭാമയ്ക്കും നല്ല സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സമയം കടന്നു പോവാ. പിന്നീട് കാണിക്കുന്നത് ഭാമയുടെ വീട്ടിലേക്ക് വേറൊരു കാറ് വരിക. വിഷ്ണു വന്ന് നോക്കുമ്പോ അതൊന്നുണ്ടാവും ആദ്യം ഡ്രൈവർ ഇറങ്ങി വരുന്നത്. പിന്നീട് വേറൊരാളും. വിഷ്ണുവിനെ ആളും മനസ്സിലായിട്ടില്ല. വിഷ്ണു ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. വിഷ്ണു അടിമുടി നോക്കും. വന്നാള് പറയും വിഷ്ണു ചിറ്റപ്പനാടാ ഉപേന്ദ്രൻ. വിഷ്ണു ഇങ്ങനെ എന്ന് പറഞ്ഞു നോക്കിയിട്ട് ചുറ്റിലും നോക്കി നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്